ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളതിന് മൂവിയുടെ റിവ്യൂ എടുത്തിരിക്കും. ബിന്ദു തനിന്തൽക്കാട് ഒരു മൂവിയുടെ റിവ്യൂ ആയിട്ട് എനിക്ക് ഇത്തരത്തിൽ ലേറ്റായിപ്പോയി. പക്ഷേ ഈ മൂവിയെക്കുറിച്ച് നിങ്ങളത് പറഞ്ഞു തീരുന്ന ഒരു ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതാണ് ഇപ്പോഴെങ്കിലും വന്നത്. ഈ മൂവി സത്യം പറയാൻ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ മൂവിയിലെ പാട്ട് മറക്കുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിറിക്കൽ വീഡിയോ ഇറങ്ങി ഞാൻ കണ്ടത് എനിക്ക് മൂവി കണ്ടേ തീരൂ എന്നൊരു ആഗ്രഹമായി. ഞാനിങ്ങനെ കുറേ കാത്തിരിക്കുന്ന ശേഷമാണ് ഈ മൂവി കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്ന GVM ആണ്. ഗൗതം വസുദേവ് മേനോൻ. ഇതിൽ കേന്ദ്ര താവളം എത്തിയിരിക്കുന്നത് STR സിലംബരസൻ, പിന്നെ രാധിക, ശരത് കുമാർ, നീരീഷ് മാധവ്, സിദ്ദിഖ് എന്നിവരൊക്കെയാണ്. ഈ മൂവി ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. നമ്മൾ ട്രെയിലർ കണ്ടതുപോലെ തന്നെ ഒരു വില്ലേജിൽ നിന്ന് മുത്തു എന്ന് പറയുന്നൊരു പയ്യൻ്റെ ജീവിതമാണ്, ഒരു പയ്യനല്ല മീൻസ് മുത്തു എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ ജീവിതമാണ് മൂവി കാണിക്കുന്നത്. ഒരു തമിഴ്നാട്ടിലൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് മുംബൈയിലോട്ട് ജോലിക്ക് വരുന്നത്, അതിനുശേഷം നടക്കുന്ന സംഭവങ്ങൾ, ഈ മുത്തു എന്ന് പറഞ്ഞ യുവാവ് കടന്നു പോകുന്ന ഇൻസിഡൻസ്, അനുഭവിക്കുന്നത്, ഇതൊക്കെയാണ് മൂവി കടന്നു പോകുന്നത്, കാണിച്ചു തരുന്നത്. മൂവി ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. ഈ മൂവി മൊത്തത്തിൽ നല്ല അടിപൊളി ഒരു മൂവിയാണ്. അതിപ്പോൾ ടെക്നിക്കൽ സൈഡ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ആയാലും പെർഫോമൻസ് ആയാലും എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് ഈ മൂവിയിൽ ആദ്യമായിട്ട് പറയേണ്ടത് മൂവിയിലെ പെർഫോമൻസിൻ്റെ കാര്യമാണ്. സിലംബരസൻ അദ്ദേഹം മാനാട്, പിന്നെ മഹായ കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല മാനാട്. ആ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ചെയ്ത നല്ലൊരു മൂവി ആയിരിക്കും ഇത്. കാരണം ഇദ്ദേഹം ചെയ്തതിൽ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് അഭിനയം ഇതിലെ തന്നെയായിരിക്കും. അതിന് അത്ര നന്നായിട്ട് മുത്തു എന്നൊരു ക്യാരക്ടറിനെ അതിന് ജീവിച്ചു വെച്ചു എന്ന് തന്നെ പറയാം. കാരണം ഈ മുത്തു എന്ന ക്യാരക്ടർ മുംബൈയിലോട്ട് പോകുന്നു, പുതിയ സ്ഥലം, ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഇൻസിഡൻസ്, അങ്ങനെ പല കാര്യവും മുത്തു ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും നല്ല രീതിയിൽ സിലംബരസൻ എടുത്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രാധിക, ശരത് കുമാർ മുത്തുവിൻ്റെ അമ്മയായിട്ട് വരുന്ന റോളാണ്, അവർ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നീരജ് മാധവ് ഭയങ്കര വലിയ റോളല്ല, ചെറു റോളാണ്, പക്ഷെ നല്ല റോളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ് അദ്ദേഹം കിട്ടിയിട്ടുള്ളത്. അത് അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് അദ്ദേഹം കുറച്ച് നേരമാണ് സ്ക്രീനിൽ വരുന്നെങ്കിൽ പോലും നല്ല രീതിയിൽ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മൂവിയെക്കുറിച്ച് പറയേണ്ടത് GVM അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. ഇതിനു മുന്നേ ഇദ്ദേഹത്തിൻ്റെ പല സിനിമകൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൂവികൾ തന്നെയാണ്. പക്ഷേ ആ മൂവിയിൽ നിന്ന് ഈ മൂവി ഡിഫറെൻ്റ് ആക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഈ മൂവി അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഇതിലും പഴയത് കണക്ക് തന്നെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാറിയിട്ടില്ല. പക്ഷേ വേ ഓഫ് മേക്കിംഗ്, അത് എടുത്തിരിക്കുന്ന രീതി മറ്റ് പണ്ട് ചെയ്തിരുന്ന മൂവിയിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് അദ്ദേഹം ഈ മൂവി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ക്യാമറ വർക്ക്സ് എഡിറ്റിംഗാണ്. ക്യാമറ വർക്ക്സ് എഡിറ്റിംഗ് ആണ് മൂവിയെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. ഒരു സ്ലോ പേസ് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു കഥയാണ് മൂവി പറയുന്നത്. പക്ഷേ മൂവിയുടെ ക്യാമറ വർക്ക്സ് സത്യം പറഞ്ഞാൽ ലോങ് ഷോട്ട്സ് ഒക്കെ ഇഷ്ടം പോലെയുള്ള സീൻസൊക്കെ ഉണ്ട്. ലോങ് ഷോട്ട്സ് ഇഷ്ടം പോലെ മൂവിയിലുണ്ട്. 3 മണിക്കൂർ മൂവിയുടെ റൺ ടൈം ആയിട്ടുണ്ട്. ലോങ് ഷോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതൊക്കെ നല്ല എഫേർട്ട് എടുത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചില ഷോട്ടൊക്കെ നമ്മളിങ്ങനെ കണ്ടിരിക്കും. അത്രയ്ക്ക് നല്ല രീതിയിലാണ് മൂവിയുടെ ക്യാമറ വർക്ക്സൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ പറയേണ്ടത് പാട്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സോങ്, മ്യൂസിക്, BGM ഇതിൻ്റെ ബേസിലാണ് ഞാൻ മൂവി പോയി കണ്ടത്. ഞാൻ മൂവി കാണാൻ എനിക്ക് ആഗ്രഹം തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ മറക്കുമെന്ന് വെച്ചാൽ മല്ലിപ്പൂമിലെ മലയാളത്തിലെ പാട്ടുകളൊക്കെ ഉണ്ട് അതിനകത്ത്, മീൻസ് റാപ്പാണ്. അതൊക്കെ അടിപൊളി, റൊമാൻറ്റിക് സോങ് അതൊക്കെ അടിപൊളിയായിട്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. റഹ്മാൻ ഈ അടുത്ത് ഇറങ്ങിയത് ഈ കോബ്ര അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു. അതിലെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ അടുത്ത് ഇറങ്ങിയതിൽ എനിക്ക് ഭയങ്കര ഒരു ഫീൽ, എപ്പോഴും കേൾക്കണം എന്ന് തോന്നിയൊരു പാട്ടൊക്കെയുള്ള സിനിമ ഇത് തന്നെയാണ്. മല്ലിപ്പൂ ആയാലും മറക്കുമെന്ന് വെച്ചാൽ തിയേറ്ററിൽ നിന്നൊക്കെ ഓഡിയൻസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടൊരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ മാറുന്നത് ഞാൻ കണ്ടായിരുന്നു. നല്ല അടിപൊളിയാണ്. ഞാനും കണ്ടിരുന്നു പോയി ആ പാട്ടുകളൊക്കെ. ഇതൊക്കെയാണ് മൂവിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ച് റൊമാൻറ്റിക്സ് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ചെറുതുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ മൂവി സെക്കൻഡ് ഹാഫിനോട് നല്ലൊരു പഞ്ചിൽ തന്നാണ് നിർത്തിയിട്ടുള്ളത്. ഇതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ മൂവി കാണുക, തിയേറ്ററിൽ പോയി തന്നെ കാണുക. കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മൂവി നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന്, നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ഗൈസ്.